പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിലും ആഗോള സാമ്പത്തിക വ്യവസ്ഥയിലും കടുത്ത ഭീതി പടർത്തിക്കൊണ്ട് അമേരിക്കയും ഇറാനും തമ്മിലുള്ള പരോക്ഷ സംഘർഷം വൻ സ്ഫോടനാത്മകമായ അവസ്ഥയിലേക്ക് കടന്നിരിക്കുകയാണ്. ഇറാന്റെ തന്ത്രപ്രധാനമായ ഊർജ്ജ ശൃംഖലകളെയും അടിസ്ഥാന സൗകര്യങ്ങളെയും ലക്ഷ്യമിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പരസ്യമായ ആക്രമണ ഭീഷണി മുഴക്കിയതിന് പിന്നാലെ ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സഖ്യരാഷ്ട്രങ്ങൾക്ക് ശക്തമായ അന്ത്യശാസനവുമായി ഇറാൻ രംഗത്തെത്തിയിരിക്കുന്നു. അമേരിക്കൻ സൈനിക നീക്കങ്ങളിൽ നിന്ന് ട്രംപ് ഭരണകൂടത്തെ പിന്തിരിപ്പിക്കാൻ ഗൾഫ് രാഷ്ട്രങ്ങൾ ഉടനടി സമ്മർദ്ദം ചെലുത്തണമെന്നും അല്ലാത്തപക്ഷം ഗൾഫ് മേഖലയിലെ പ്രമുഖ എണ്ണപ്പാടങ്ങളും റിഫൈനറികളും ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെടുമെന്നുമാണ് ടെഹ്റാന്റെ കടുത്ത താക്കീത്. മേഖലയിലെ അമേരിക്കൻ സാന്നിധ്യത്തെയും സഖ്യരാജ്യങ്ങളുടെ സാമ്പത്തിക അടിത്തറയും ലക്ഷ്യമിട്ടുകൊണ്ട് അമേരിക്കയ്ക്ക് മേൽ സമ്മർദ്ദം കൂട്ടാനുള്ള തന്ത്രപരമായ നീക്കമാണ് ഇറാൻ ഇതിലൂടെ നടപ്പിലാക്കുന്നത്. പശ്ചിമേഷ്യയിലുടനീളം യുദ്ധത്തിന്റെ നിഴൽ വീണ സാഹചര്യത്തിൽ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി വിപുലമായ ഉന്നതതല നയതന്ത്ര ചർച്ചകളാണ് നടത്തിയത്. സൗദി അറേബ്യ, തുർക്കി, ഖത്തർ എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരുമായും പാകിസ്ഥാൻ സായുധ സേനാ മേധാവിയുമായും അദ്ദേഹം നേരിട്ട് ആശയവിനിമയം നടത്തി. അമേരിക്ക ഇറാന് നേരെ പുതിയ രീതിയിലുള്ള ആക്രമണങ്ങൾക്ക് തുടക്കമിട്ടാൽ അതിന്റെ പ്രത്യാഘാതം കേവലം ഇറാനിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ലെന്നും ഗൾഫിലുടനീളമുള്ള US സൈനിക ആസ്തികൾക്കും എണ്ണപ്പാടങ്ങൾ, ശുദ്ധീകരണശാലകൾ, ജലവിതരണ ശൃംഖലകൾ, വൈദ്യുതി ഗ്രിഡുകൾ എന്നിവയ്ക്കും നേരെ കടുത്ത തിരിച്ചടി ഉണ്ടാകുമെന്നും അരാക്ചി വ്യക്തമായി അറിയിച്ചു. മേഖലയിലെ പ്രാദേശിക രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന അമേരിക്കൻ സൈനിക താവളങ്ങളെക്കുറിച്ച് ഇറാൻ കടുത്ത ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. വലിയൊരു പ്രാദേശിക നാശനഷ്ടവും ആഗോള സാമ്പത്തിക തകർച്ചയും ഒഴിവാക്കാൻ നയതന്ത്രപരമായ പരിഹാരമാണ് ഏറ്റവും നല്ല മാർഗമെന്ന് ചൂണ്ടിക്കാണിക്കുമ്പോഴും ഏതു തരത്തിലുള്ള അധിനിവേശത്തെയും പ്രതിരോധിക്കാൻ ഇറാൻ സജ്ജമാണെന്നാണ് വിദേശകാര്യ മന്ത്രാലയം നൽകുന്ന ഔദ്യോഗിക മുന്നറിയിപ്പ്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള അന്ത്യശാസനം എത്തിയതോടെ ഗൾഫ് മേഖലയിലെ ഭരണാധികാരികൾ അടിയന്തര നയതന്ത്ര നീക്കങ്ങളിലേക്ക് കടന്നു. പുതിയ ആക്രമണങ്ങൾ ഒഴിവാക്കാൻ ട്രംപ് ഭരണകൂടത്തിന് മേൽ സ്വാധീനം ചെലുത്തണമെന്ന ഇറാന്റെ നിർദ്ദേശത്തിന് പിന്നാലെ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഫോണിൽ ചർച്ച നടത്തി. മേഖലയിൽ കൂടുതൽ അസ്ഥിരത ഉണ്ടാക്കുന്ന നടപടികളിൽ നിന്നും പിന്മാറണമെന്നും സമാധാനപരമായ ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കാൻ വാഷിംഗ്ടൺ മുൻകൈ എടുക്കണമെന്നുമാണ് സൗദി അറേബ്യ, ഖത്തർ, ഒമാൻ തുടങ്ങിയ രാഷ്ട്രങ്ങൾ ആവശ്യപ്പെടുന്നത്. അതേസമയം ഏതെങ്കിലും രീതിയിൽ സ്വന്തം അതിർത്തികൾക്കോ അടിസ്ഥാന സൗകര്യങ്ങൾക്കോ നേരെ ഭീഷണി ഉണ്ടായാൽ ശക്തമായ സൈനിക പ്രതിരോധം തീർക്കുമെന്നും സൗദി അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനിടയിൽ മേഖലയിലെ തന്ത്രപ്രധാന സുരക്ഷാ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും സായുധ സേനാ മേധാവി അസീം മുനീറും സൗദി അറേബ്യയിൽ 3 ദിവസത്തെ അടിയന്തര സന്ദർശനത്തിനായി എത്തിച്ചേർന്നിട്ടുണ്ട്. പാകിസ്ഥാൻ സൈനിക നേതൃത്വത്തിന്റെ ഈ സന്ദർശനം പശ്ചിമേഷ്യൻ സുരക്ഷാ സമവാക്യങ്ങളിൽ നയതന്ത്രപരമായ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. മേഖലയിലെ കടുത്ത സംഘർഷാവസ്ഥയെ തുടർന്ന് ആഴ്ചകളോളം തടസ്സപ്പെട്ട വിമാന സർവീസുകൾ ഭാഗികമായി പുനഃസ്ഥാപിക്കാൻ എയർലൈൻ കമ്പനികൾ നടപടികൾ സ്വീകരിച്ചു തുടങ്ങി. മുൻകരുതലിന്റെ ഭാഗമായി വിമാന സർവീസുകൾ നിർത്തിവച്ചിരുന്ന ഖത്തർ എയർവേസും ഇത്തിഹാദ് എയർവേസും ബഹ്റൈൻ, കുവൈറ്റ്, ഇർബിൽ എന്നീ രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ ഓഗസ്റ്റ് 8 മുതൽ വീണ്ടും ആരംഭിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അബുദാബി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇത്തിഹാദും ദോഹ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഖത്തർ എയർവേസും സർവീസ് പുനരാരംഭിക്കുന്നത് യാത്രാ മേഖലയ്ക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. എങ്കിലും എമിറേറ്റ്സ് ഉൾപ്പെടെയുള്ള മറ്റു ചില പ്രമുഖ വിമാന കമ്പനികൾ ഈ റൂട്ടുകളിൽ കൂടുതൽ ജാഗ്രത പുലർത്തുകയും സർവീസുകൾ നിരീക്ഷിക്കുകയും ചെയ്തു വരുന്നുണ്ട്. വ്യോമ ഗതാഗത രംഗത്ത് ചെറിയ തോതിലുള്ള ആശ്വാസം ദൃശ്യമാകുന്നുണ്ടെങ്കിലും സമുദ്ര സുരക്ഷാ മേഖലയിൽ ആശങ്കകൾ ഒഴിയുന്നില്ല. ലോക ആഗോള എണ്ണ വിതരണത്തിന്റെ പ്രധാന പാതയായ ഹോർമൂസ് കടലിടുക്കിൽ ഒമാൻ തീരത്തിന് സമീപമുണ്ടായ ഡ്രോൺ ആക്രമണം നാവിക ഗതാഗതത്തെ വീണ്ടും ഭീതിയിലാഴ്ത്തിയിട്ടുണ്ട്. ഒരെണ്ണക്കപ്പലിന് നേരെയുണ്ടായ ഈ ആക്രമണത്തിൽ കപ്പലും അതിലെ ജീവനക്കാരും സുരക്ഷിതരാണെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ടെങ്കിലും സമുദ്രപാതകളിലെ അസ്ഥിരത വ്യാപാര മേഖലയ്ക്ക് വൻ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ രാഷ്ട്രീയ യുദ്ധം ഒരു പ്രാദേശിക തർക്കത്തിനപ്പുറം ആഗോള സാമ്പത്തിക രംഗത്തെ തന്നെ തകിടം മറിക്കാൻ പോകുന്ന ഒന്നാണ്. ഗൾഫ് രാജ്യങ്ങളിലെ എണ്ണപ്പാടങ്ങളും റിഫൈനറികളും ആക്രമിക്കപ്പെട്ടാൽ അത് ആഗോളതലത്തിൽ ഇന്ധന വില കുതിച്ചുയരാനും വൻ പണപ്പെരുപ്പത്തിനും കാരണമാകും. കടൽ മാർഗമുള്ള ചരക്ക് നീക്കത്തിന്റെ ഇൻഷുറൻസ് നിരക്കുകൾ ഇതിനകം തന്നെ വർദ്ധിച്ചിട്ടുമുണ്ട്. ഒരു വിനാശകരമായ സൈനിക ഏറ്റുമുട്ടൽ ആർക്കും ഗുണം ചെയ്യില്ലെന്ന തിരിച്ചറിവിലാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ ഇപ്പോൾ നയതന്ത്ര ചർച്ചകൾക്ക് വേഗത കൂട്ടുന്നത്. ഡൊണാൾഡ് ട്രംപിനെ യുദ്ധസമാനമായ ആക്രമണങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാനും ടെഹ്റാനെ സമാധാന ചർച്ചകളുടെ മേശക്കരികിലേക്ക് തിരികെ എത്തിക്കാനും അറബ് ലോകം നടത്തുന്ന അടിയന്തര ശ്രമങ്ങൾ വിജയിച്ചാൽ മാത്രമേ പശ്ചിമേഷ്യയിൽ ശാശ്വതമായ സമാധാനവും സാമ്പത്തിക സുരക്ഷിതത്വവും പുനഃസ്ഥാപിക്കപ്പെടുകയുള്ളൂ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.